എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ പപ്പായ മെഴുക്കുവരട്ടിയാണ്. പച്ച പപ്പായ കൊണ്ടിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വളരെ ഗുണങ്ങളുള്ള ഒന്നാണ് പപ്പായ. സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം എല്ലാ കാലാവസ്ഥകളിലും വളരുന്ന ഒന്നാണ് പപ്പായ. അപ്പോൾ പച്ചപ്പപ്പായയും പഴുത്തതും ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിലെല്ലാം പച്ചപ്പപ്പായയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതില് അടങ്ങിയിരിക്കുന്ന ഒരു എൻസൈം നമ്മുടെ ദഹനമൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ പപ്പങ്ങ എന്ന് ചില നാടുകളിൽ പറയും, ചില നാടുകളിൽ ഓമയ്ക്ക, അതുപോലെ കപ്പളങ്ങ എന്നുള്ള പേരുകളിലൊക്കെ അറിയപ്പെടും നമ്മുടെ ഈ പപ്പായ. അപ്പൊ ഒട്ടും വൈകാതെ എങ്ങനെയാണ് പപ്പായ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ ഓൾ സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന റെസിപ്പീസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പപ്പായ മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ചെറിയൊരു പപ്പായ, പച്ച പപ്പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പപ്പായ എടുക്കുന്നുള്ളൂ ഞാനിവിടെ. ഇതിന്റെ പുറംതൊലിയെല്ലാം കളഞ്ഞ് അകത്തെ കുരു എല്ലാം കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളാക്കി, ചെറിയ സ്ക്വയർ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പപ്പായ എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ സ്ക്വയർ പീസുകളാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയുള്ള പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ കട്ട് ചെയ്യുന്നതെല്ലാം കാണിക്കുന്ന ആദ്യമായിട്ടൊക്കെ കറിയൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, കുക്കിങ്ങിൽ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം ഇത്രയുള്ള ചെറിയ പീസുകളാക്കി ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കാം. ഇതാ ഞാൻ കപ്പങ്ങ കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഇതിന് വലിയ വേവൊന്നുമില്ല, അപ്പോൾ കുക്കറിലൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് കപ്പങ്ങയുടെ തൊട്ട് താഴെ നിൽക്കുന്ന തരത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. കപ്പങ്ങ മുങ്ങി കിടക്കണ്ട, ഇത്ര വെള്ളം മതി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ, ഇതിപ്പോൾ ചെറിയ കപ്പങ്ങയല്ലേ, അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളത്തിൽ കിടന്ന് ഈ കപ്പങ്ങ ഒന്ന് വേവട്ടെ. ആദ്യം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വെച്ചാൽ മതി. ഇപ്പം ഞാൻ തീ കൂട്ടിയത് തന്നെയാണ് വെച്ചേക്കുന്നത്. ഈ പാത്രം അടച്ച് വെക്കാം. നമ്മുടെ ചട്ടി അടച്ചു വെച്ച് കപ്പങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. കപ്പങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളി തൊലി കളഞ്ഞൊന്ന് കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുള്ളൂ, ചെറുതാണ്. ഇപ്പോൾ ഉള്ളിയുടെ വിലയെല്ലാം ഇപ്പൊ കൂടി നിൽക്കുന്നുണ്ട്. ഉള്ളിയുടെ അളവെല്ലാം വളരെ കുറച്ചിരിക്കുകയാണ് കറികളിലെല്ലാം. ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ കപ്പങ്ങ എന്തായെന്നൊന്ന് നോക്കാം. അപ്പം ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ഉണ്ട് വേവാനായിട്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുള്ളൂ ഞാൻ വെച്ചിട്ട്. ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ തീ ഒരല്പം കൂടി കൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ കുറച്ചിട്ടേക്കുമായിരുന്നു, ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും. ഇപ്പോൾ ഒന്ന് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് വെന്താൽ മതിയാവും. അപ്പോൾ ഇതാ നമ്മുടെ കപ്പങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ കപ്പങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ചട്ടിയിൽ തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഉള്ളിയൊക്കെ. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സൈഡ് ഡിഷാണ് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കപ്പങ്ങ കുറച്ചൊന്ന് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ടായി, അടിയിലൊന്നും പിടിച്ചിട്ടുണ്ടായില്ല. അപ്പം അതിനു മുമ്പ് ഞാൻ ഓഫ് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ സൈഡിൽ പടന്നാലും കുഴപ്പമൊന്നുമില്ല. അതേ ചട്ടിയിൽ തന്നെ നമുക്ക് ഇത് കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി കൂടി ചേർത്തിട്ട് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഉപ്പെല്ലാം ചേർത്തിട്ടാണ് വേവിച്ചത് കപ്പങ്ങ. അപ്പോൾ ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി.
അപ്പം ഉള്ളി ഒരുപാട് കളറൊന്നും മാറണ്ട. ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. തീ വളരെ കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി പൊടി ഒന്ന് മൂക്കുന്നവരെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഒക്കെയുള്ള ഒരു ഫ്രൂട്ടാണ് ഈ പപ്പങ്ങ. അതുപോലെ പച്ചപ്പപ്പായ ഇതുപോലെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. നമ്മുടെ മുളക് പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ വെച്ചിട്ടുള്ള പപ്പായ കൂടി ഇതിലേക്ക് ചേർക്കാം. പപ്പായ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതേ നേരം ഒന്ന് ഇത് വേവിക്കേണ്ട. ഇതൊന്ന് മിക്സ് ചെയ്ത് ശേഷം ഇത് അടച്ചു വെച്ചാൽ മതി. കാര്യം ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇതിൽ ചൂട് എന്തായാലും ഉണ്ടാവും കുറച്ച് നേരത്തേക്ക്. അപ്പോൾ തീ ഓഫ് ചെയ്യാം നമുക്ക്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഴുക്കുവരട്ടി, പപ്പായ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് ഒരു കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഉണ്ടാവും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്താലേ ഞാനിടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക്